ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനൊരു കല്യാണ പരിപാടിയിലേക്കാണ് കേട്ടോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ആദ്യം തന്നെ അലമാറൊക്കെ കാണിക്കുന്നതാണ്. നമ്മൾ ചെക്കൻ്റെ വീട്ടിലെ കല്യാണക്കാരാണ്. അപ്പോൾ ചെക്കൻ്റെ വീട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പെണ്ണിൻ്റെ സാധനങ്ങളും ചെക്കൻ്റെ സാധനങ്ങളും, അപ്പോൾ അതുവരെ ഉണ്ടായ അലമാറായിരിക്കും ചെക്കൻ്റെ കല്യാണ സമയത്തില്ലേ. നമ്മളൊക്കെ വേറെ തന്നെ ആ ചെക്കൻ്റെതും പെണ്ണിൻ്റെതും ഒക്കെ ഒരുപോലെ തന്നെ നമ്മളൊക്കെ അടക്കി ഒതുക്കി വെക്കുന്ന ഒരു സമ്പ്രദായം എല്ലായിടത്തും കാണുമല്ലോ അല്ലേ. എൻ്റെ മോൻക്ക് എന്തായാലും നല്ല ഹരാണ്, എല്ലാത്തിൻ്റെ പെട്ടിയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രൈസ് ടാഗ് അങ്ങനെയൊക്കെ കിട്ടുമ്പം പിന്നെ അപ്പുറത്തെ റൂമിലേക്ക് പോയപ്പോഴോ ഫുൾ മൈലാഞ്ചിടലാണ് കേട്ടോ. ഇട്ടവരുണ്ട്, ഇട്ട് ചോത്തവരുണ്ട്, ഇടാനുള്ളവരുണ്ട്, ഇനിയും ഇടാത്തവരുണ്ട്, അങ്ങനെ കുറേ കാറ്റഗറിയിൽ ആൾക്കാർ കിടപ്പുന്നുണ്ട്. എന്തെന്നായാലും നമുക്കിന്ന് നമ്മൾ അറബിക് ഈവൻ വേണമെങ്കിൽ പറയാം, അറബിക് നൈറ്റ് അല്ല, നമ്മളൊരു ഈവനിങ് ആയിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ബ്രൈഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പെൺകുട്ടികൾ തന്നെ കുറച്ച് ബ്രൈറ്റ് ലുക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമ്മൾ മാറ്റിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെക്കന്മാരൊക്കെ അറബി വേഷാട്ടോ. അതിൽ ചെക്കൻക്ക് മാത്രമേ നമ്മളൊരു ഗോൾഡൻ കളർ കൊടുത്തിട്ട്, ഇതിപ്പോൾ നമുക്ക് ഇത്രയും കന്തൂറ കിട്ടാൻ കാരണം എന്താ വെച്ചാൽ എൻ്റെ ആൻറ്റീൻ്റെ മോന് ഹാഫിൽ നിന്ന് പഠിച്ചതാട്ടോ. അപ്പോൾ അവൻ്റെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഒരു മോന് വേറെ ദറസിന് പഠിക്കാനും പോയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ നിന്ന് ഷോളൊക്കെ നമ്മൾ പോയി വാങ്ങി വന്നതാണ്. അവിടുത്തെ കുട്ടികളെ നിന്നൊക്കെ അങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ ഈ ഒരു മാഞ്ഞാളത്തിന് വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ശരിക്കും കാണുന്നവർക്കൊരു മാഞ്ഞാളം തന്നെ ആയിരിക്കും, പക്ഷേ നമുക്കൊരു ജസ്റ്റ് ഡ്രസ്സ് കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ വേണ്ടേ. നബിലിന് ഉപ്പല്ല, അപ്പം എന്താ പറയുക, അവനക്കൊരു ഒന്നിൻ്റെ ഒരു കുറവ് അവനക്ക് തോന്നരുത്. അവൻ്റെ പരിപാടി നല്ല ജോറാക്കി നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് അവനക്ക് തോന്നണമല്ലോ. തോന്നണമെന്നല്ല, നമുക്ക് മനസ്സറിഞ്ഞ് ചെയ്യുന്നത് തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ ഒരു സ്ഥലം കണ്ടെത്തിയത് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറണം എന്ന് വിചാരിച്ചിരുന്നത്, പക്ഷേ അതിൻ്റെ പുറത്തുള്ള ആ റോഡിനെ കണ്ടപ്പോൾ നമുക്ക് അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അത്രയും നല്ല രസം ഉണ്ടായിരുന്നു, നല്ല ഒരു ഇതുണ്ടായിരുന്നു. നമ്മൾ ടോട്ടൽ 12 പേര്, ചെക്കനടക്കം 12 പേര് കേട്ടോ. എന്തായാലും നമ്മൾ ഇതിൽ നമ്മൾ ഷാമിലില്ല, ചെക്കൻ്റെ ബ്രദറില്ല, അവന് മുടി വെട്ടാൻ പോയതാണ്. അവനെ വിളിച്ചിട്ട് അവൻ എടുക്കുന്നേ ഇല്ല. എന്തായാലും അവൻ കുറച്ച് കഴിഞ്ഞാൽ വരും എന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ നിക്കാഹ് വരുന്നത് ഇന്ന് ശനിയാഴ്ച, ഇന്നാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ഇന്നലെ വെള്ളിയാഴ്ച നടന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എന്തെന്നായാലും നമുക്ക് ഇന്നിപ്പോൾ ശനിയാഴ്ച നമുക്ക് നിക്കാഹ് ഉണ്ട്. പിന്നെ നമുക്ക് ഞായറാഴ്ച നാളാണ് ഉച്ചയ്ക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ രാത്രി നമ്മൾ റിസപ്ഷനാട്ടോ വരുന്നത്. ആ ചെക്കൻ്റെ ബ്രദർ മാറ്റിയിട്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പെൺകുട്ടികൾക്ക് വല്ലാത്തൊരാഗ്രഹം ലുലു മോളിൽ പോകണം എന്നുള്ളത്. ലുലു മോളിൽ പോയിട്ട് ഒന്ന് ഈ ഒരു വേഷത്തിൽ നമുക്കൊന്ന് ചില്ലപ്പ് ചെയ്യാന്നുള്ളൊരു, പിന്നെ നമുക്ക് കുറച്ച് റിയാക്ഷൻ വീഡിയോസൊക്കെ എടുക്കാന്നുള്ളൊരു വൺ പ്ലാനിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം ആ ഒരു ഇതിലേക്കായിട്ട് ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ബൊട്ടാണിക്കലിലേക്ക് പോകുന്ന വീഡിയോസാണെന്ന് ഒരുപാട് പേര് നോക്കുന്നുണ്ട്. ഇതെന്ത് കോലമാണ്, ഇത് എന്ത് പേക്കൂത്താണ്, കുറുവാ സംഘം ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് കേട്ടോ. എന്തെന്നായാലും പെൺകുട്ടികൾക്കൊക്കെ നല്ല ഹരാണ് കേട്ടോ. ഇങ്ങനെ എന്തായാലും നമ്മൾ ലുലുവിലെത്തിയിട്ടുണ്ട്. ലുലുവിലെത്തിയപ്പം നമുക്ക് ഹെൽമെറ്റ് ഇടുന്ന പ്രമാണിച്ചിട്ട് ചെക്കന്മാരൊക്കെ തലക്കെട്ട് ഊരേണ്ടി വന്നു. അപ്പം നമ്മൾ വീണ്ടും അവിടുന്ന് തലക്കെട്ടൊക്കെ എടുത്ത് നമ്മൾ അവിടുത്തെ ഈറ്ററി പോയിട്ട് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇനി റൂം ടു ബി എന്നും കൂടി എഴുതിപ്പിച്ച് നമ്മൾ അവിടുത്തെ ഈറ്ററിയിൽ പോയി ഹൈപ്പറിന്നാണ് വാങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ മേലെ പോയി. എനിക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് വിശപ്പുണ്ടായിരുന്നു, ദാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഒരു ചിക്കൻ നൂഡിൽസ് വാങ്ങി കഴിച്ചു കേട്ടോ. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വൊമിറ്റിംഗ് ഉള്ളത് കൊണ്ടും പിന്നെ ഇതൊക്കെ ഇവരെ കൂടെ എനിക്ക് മിസ്സാവല്ലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. എന്തെന്നായാലും അവിടുത്തെ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും എടുത്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി വീട്ടിൽ പോയി. അപ്പം പിന്നെ നമ്മൾക്ക് അവിടെ ചെക്കേണ്ട റൂമിലേക്കുള്ള ഫർണിച്ചർ കാര്യം കൊണ്ടുവന്നിരുന്നു, ബെഡ് എന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ ആ റൂമിൽ നിന്നായി പിന്നെ ഭയങ്കരമായ കളിയൊക്കെ. പിന്നെ നാസിക രാത്രിയാണ് വന്നിട്ട് നാസികനെ കണ്ട ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് മോന് കാണിക്കുന്നത്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സും 2 ഫ്രണ്ട്സുകളും ഉണ്ടായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എന്തായാലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ എല്ലാവരും രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് ഇനി നമ്മളെല്ലാവരും കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായി കാണാം. എന്തായാലും ഞാൻ എൻ്റെ റൂം പോയി ടാറ്റാ ബൈ.